ജീവിച്ചു. എല്ലാത്തിന്റെയുള്ള അംഗീകാരവും മകനായി ജനിച്ചു. പ്രതികൂലങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിൽ ദൈവം നോക്കിയെ ഇസ്രായേൽ മക്കളുടെ ഇടനിൽക്കാൻ ഉപയോഗിച്ചു. യഹോവ സീനായി പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി കൽപ്പനകളെ മോശയ്ക്ക് കൈമാറി. ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിന് ദൈവയുടെ അടുക്കൽ വരുത്ത പതിവായി. വരവയുടെ മരുമകൻ തന്റെ മക്കളും മരണമടഞ്ഞ ശേഷം എങ്കിലും രൂത്ത് അമ്മായിയമ്മയോട് പറ്റി നിന്നയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. അനാഥയായ എസ്തേറിനെ മോർദെഖായിയാണ് വളർത്തിയത്. ഭക്തികാരനെ അവസരത്തിന് രക്ഷ പ്രാപിക്കുകയും ചെയ്തു. പരാക്രമശാലിയും യോദ്ധാവുമാണ്. സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും ആട്ടിക്കുട്ടിയെ ദാവീദ് രക്ഷിച്ചിട്ടുണ്ട്. മല്ലനായ ഗോലിയാത്തിനോടും മുന്നിലുള്ളവരും വളരെ ഗർഭത്തിൽ തൂങ്ങി. പ്രസവിക്കാനുള്ള കാലം തികഞ്ഞപ്പോൾ അവൾ ഒരു മകനെ പ്രസവിച്ചു. കർത്താവിന്റെ ദൂതൻ അരുളി ചെയ്തതുപോലെ അവൻ ഇതാ തിരുവഴുത്തിൽ എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഞാൻ വിശ്വസാക്ഷി, സകല സൃഷ്ടിയുടെയും ആദിജാതനും ഭൂരാജാക്കന്മാർ അതിരുകയും ആൽഫയും ഒമേഗയും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമാകുന്നു. ഞാൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് പിതാവിനെ നൽകണമെന്നോണം ലോകത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് ഞാൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യനായി വീണു. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. ഞാൻ കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. എന്നിൽ മരിച്ചവർ മുൻപേ